ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മദ്യ ഉപയോഗം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ ബാറുകൾ അടച്ചുപൂട്ടുമെന്ന് ഭീഷണി മുഴക്കി നീങ്ങുമ്പോൾ മദ്യ ഉപയോഗത്തിന് കുറവൊന്നുമില്ല. മദ്യത്തിനെതിരെ സന്ധിയില്ലാത്ത സമരവുമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മദ്യവിരുദ്ധ മുന്നണിയും രംഗത്ത് സജീവമായി തുടരുന്നു. മദ്യം നിരോധിക്കുമെന്ന പ്രതീക്ഷയോടെ പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പച്ച പുതച്ചിരിക്കുകയാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ. കേന്ദ്രത്തിൽ പുതപ്പിന്റെ നിറം കാവിയാണെന്നും പന്ന്യൻ. മോണോറെയിൽ വന്നതുകൊണ്ട് നഗരത്തിലെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത്. കിഡ്നി രോഗികളെ സഹായിക്കാനുള്ള ധന്വന്തിരി ട്രസ്റ്റ് ഫണ്ട് CPM സ്വത്താക്കാൻ അനുവദിക്കില്ലെന്ന് UDF. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പച്ച പുതച്ചിരിക്കുകയാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ. കേന്ദ്രത്തിൽ അത് കാവി പുതച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. AKSTU സംസ്ഥാന വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ സംസ്ഥാന അധ്യാപികമാരുടെ കൺവെൻഷൻ കോഴിക്കോട് വെച്ച് സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങളും അധ്യാപകരുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന AKSTU അധ്യാപന രംഗത്തെ ഭൂരിപക്ഷം വരുന്ന അധ്യാപികമാർ നേരിടുന്ന പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അവരെ സമരസജ്ജരാക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനുമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കോഴിക്കോട് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഹാളിൽ നടന്ന കൺവെൻഷൻ CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ സംസ്കാരത്തെ വളർത്തിയെടുക്കുവാൻ നമുക്ക് സ്വതന്ത്രമായ വിദ്യാഭ്യാസമാണ് ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ പച്ച പുതച്ചിരിക്കുകയാണെന്നും രാജ്യത്ത് കാവി പുതച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ കച്ചവടത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ലാഭം എന്ന ആശയത്തിനു വേണ്ടി എല്ലാ തനിമയും തകർത്തുകൊണ്ടാണ് ഈ രംഗം മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ രംഗം, കേരളത്തിലെ വിദ്യാഭ്യാസം ഇപ്പോൾ പച്ച പുതപ്പിച്ച വിദ്യാഭ്യാസ രംഗമായി മാറിയിരിക്കുന്നു. രാജ്യത്തിലെ വിദ്യാഭ്യാസ രംഗത്തിൽ കാവി പുതപ്പിക്കും, ഇവിടെ പച്ച പുതപ്പിക്കും. നമുക്ക് കാവിയും പച്ചയും അന്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കാവി വേണ്ട, പച്ച വേണ്ട, മറ്റൊരു നിറവും വേണ്ട. നമുക്ക് സ്വതന്ത്രമായ വിദ്യാഭ്യാസം മനുഷ്യന്റെ സംസ്കാരത്തെ വളർത്തിയെടുക്കാനുള്ള വിദ്യാഭ്യാസം അനിവാര്യമാണ്. ആ അഭ്യാസമാണ് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നത്. സംഘടക സമിതി ചെയർമാൻ IB ശശാങ്കൻ അധ്യക്ഷം വഹിച്ചു. സംഘടക സമിതി കൺവീനർ വിദ്യാജി നായർ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TV ബാലൻ, AKSTU പ്രസിഡന്റ് R ശരചന്ദ്രൻ നായർ, NFIW സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P വസന്തം, KK സുധാകരൻ എന്നിവർ സംസാരിച്ചു. പോരാട്ട വഴിയിലെ സ്ത്രീ എന്ന വിഷയത്തിൽ ഗുരുവായൂരപ്പൻ കോളേജ് ലെക്ചറർ ഡോക്ടർ MG മല്ലിക, സ്ത്രീ കുടുംബം ജോലി സംഘടന എന്ന വിഷയത്തിൽ ഡോക്ടർ ശശികുമാർ പുറമേരി എന്നിവർ ക്ലാസുകൾ എടുത്തു. വൈകിട്ട് നടന്ന സമ്മേളനത്തിൽ PK കൃഷ്ണദാസ്, യൂസഫ് കോറോത്ത്, KK ബാലൻ, KK ഭാരതി, N ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. മോണോറെയിൽ വന്നതുകൊണ്ട് നഗരത്തിലെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത്. കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ബസ് ജീവനക്കാർക്കായി സംഘടിപ്പിച്ച പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ബസ് ജീവനക്കാർക്കുള്ള പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത് ഉദ്ഘാടനം ചെയ്തു. വാഹനാപകടങ്ങൾ സംഭവിക്കുമ്പോൾ പരിക്കേൽക്കുന്ന ആൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ ജീവനക്കാർക്ക് പരിശീലനം നൽകുമെന്നും എന്നാൽ ഒരു നിയമങ്ങളും അടിച്ചേൽപ്പിക്കാൻ ആവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മോണോറെയിൽ വന്നതുകൊണ്ട് നഗരത്തിലെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതുതായി ബസ് പെർമിറ്റ് കൊടുത്തത് ചിലപ്പോൾ എനിക്കൊന്ന് ഒരു 10-15 ബസ് പെർമിറ്റുകൾ മാത്രമേ ഇന്റീരിയർ ഏരിയകളിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അതിന്റെ എത്രയോ മടങ്ങ്
ഒരുപാട് വാഹനങ്ങൾ ആ തരത്തിൽ പോയി. മൊത്തത്തിൽ ബസ്സുകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു. അതിന്റെ വലിയൊരു ഫലമാണ് നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ സിറ്റികളിലൊക്കെ കാണുന്നത്. വളരെ യാത്രാ വിഷമങ്ങളും ബ്ലോക്കുകളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഡിപ്പാർട്ട്മെന്റും പോലീസും ബസ്സുകാരെ കാണുന്നത് ഒരു ശാന്തഭാവത്തോടെ ഇടയില്ല, മറിച്ച് ഇത് കൂടണം, ഈ സർവീസ് മെച്ചപ്പെടണം. ഈ ബസ് സർവീസ് മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള പല ഗതാഗത കുരുക്കുകൾക്കും ഒരു പരിഹാരമാവുള്ളൂ. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷം വഹിച്ചു. RTO പ്രേമാനന്ദ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ P. രാജു, ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ക്ലീനർമാർക്കുള്ള യൂണിഫോമുകളുടെ വിതരണോദ്ഘാടനം RTO പ്രേമാനന്ദ് നിർവഹിച്ചു. ചാലിയത്ത് അടച്ചിട്ട വീട്ടിൽ മോഷണ ശ്രമം നടത്തിയ യുവാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ നിന്നും ലഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ചാലിയപ്പാടം പുത്തലത്ത് അൻവർ സാദത്തിന്റെ വീട്ടിൽ മോഷണ ശ്രമം നടന്നത്. 25 വയസ്സ് തോന്നിക്കുന്ന യുവാവിന്റെ ചിത്രമാണ് CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. അടഞ്ഞുകിടന്ന വീടിന്റെ കതക് തകർത്ത് മോഷണ ശ്രമം. അകത്ത് കിടന്ന മോഷ്ടാവ് ഉള്ളിൽ നിന്നും കാവൽക്കാരന്റെ ശബ്ദം കേട്ട് കടന്നുകളഞ്ഞു. ഭവനഭേദനത്തിന് മുൻപായി വീടിന്റെ മുൻവശത്തും പിന്നിലും സ്ഥാപിക്കപ്പെട്ട ക്യാമറകൾ ഇയാൾ തകർത്തിരുന്നുവെങ്കിലും ശ്രദ്ധയിൽപ്പെടാതിരുന്ന ക്യാമറയിൽ ഇയാളുടെ പ്രവർത്തനങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാലയപ്പാടം മുല്ലപ്പള്ളി റോഡ് അൽഫോസ് ജുമാ മസ്ജിദിന് സമീപം പുത്തലത്ത് അൻവർ സാദത്തിന്റെ അബ്ബാസ് വില്ലയിലാണ് മോഷണ ശ്രമം നടന്നത്. ഏകദേശം 25 വയസ്സ് തോന്നിക്കുന്ന മോഷ്ടാവിന്റെ വരവും കതക് തകർക്കലുമൊക്കെ സുരക്ഷാ ക്യാമറയിൽ പതിഞ്ഞു. ശ്രദ്ധയിൽപ്പെട്ട 2 ക്യാമറകളുടെ കണക്ഷൻ വിച്ഛേദിച്ചായിരുന്നു മോഷണ ശ്രമമെങ്കിലും മറ്റൊരു ക്യാമറ കൂടിയുണ്ടായിരുന്നു. ഉയരം കൂടിയ മതിൽ ചാടിക്കടക്കാൻ 12 ചെങ്കലുകൾ അട്ടിയിട്ടു. ഫറോക്ക് SI രാജേഷ്, വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് എന്നിവരെത്തി പരിശോധന നടത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. ഫറോക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നവരാത്രി ഉത്സവത്തെ വരവേൽക്കാൻ നഗരത്തിലെ കച്ചവടക്കാരും ഒരുങ്ങി. കരിമ്പ്, പൊരി, ചോളം എന്നിവയുടെ വിപണി കോഴിക്കോട്ടെ പാളയത്തും തളി ക്ഷേത്ര പരിസരങ്ങളിലും സജീവമായിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ സാധനങ്ങളുടെ വില വർദ്ധിച്ചത് വിപണിയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ. നവരാത്രി ഉത്സവം വന്നെത്തിയതോടെ നഗരത്തിലെ വിപണികൾ വീണ്ടും മറ്റൊരു ആഘോഷത്തെ കൂടി വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കോഴിക്കോട്ടെ പാളയത്തും തളി ക്ഷേത്ര പരിസരത്തും കരിമ്പ്, പൊരി, ചോളം എന്നിവയുടെ വിപണി സജീവമായി. റോഡുകളുടെ ഇരുവശങ്ങളിലും കരിമ്പുകാലുകൾ നാട്ടിവെച്ച് പൂക്കളും തോരണങ്ങളും ചാർത്തി അലങ്കരിച്ച കടകളാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇവയുടെ അരികിലെത്തിയാൽ വില അല്പം കയ്ക്കും. ഇതിൽ കരിമ്പാണ് മധുരം കുറയ്ക്കുന്നത്. ഒരു കെട്ട് കരിമ്പിന് 460 രൂപയാണ് വില. ഒരു തണ്ടിന് 40 രൂപയും. കഴിഞ്ഞ വർഷത്തേക്കാൾ 130 രൂപ അധികമാണ്. വില വർദ്ധിച്ചത് കരിമ്പ് വിപണിയെ ബാധിക്കുമെന്ന ഭയത്തിലാണ് കച്ചവടക്കാർ. സേലം, മധുര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കരിമ്പ് വരുന്നത്. തമിഴ്നാട്ടിൽ ആവശ്യത്തിന് മഴ ലഭിക്കാത്തതാണ് കരിമ്പിന്റെ വില കൂടാൻ കാരണമെന്ന് പാളയത്തെ കച്ചവടക്കാരൻ രാധാകൃഷ്ണൻ പറയുന്നു. സാധനങ്ങൾ വില കൂടുതലാണ്. മഴ തമിഴ്നാട്ടിലൊക്കെ കുറവായ കാരണം കൃഷി കുറവാണ്. വെള്ള സൗകര്യം ഇല്ലാത്ത കാരണം വളരെ സാധാരണക്കാരൊന്നും ഉണ്ടാക്കിയില്ല. അത്യാവശ്യം കഴിവുള്ള റോറും സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് കാരണം ഈ സാധനം എടുക്കാനുള്ള ആൾക്കാർ കൂടുതലാണ്, സാധനം കൃഷി കുറവാണ്. എന്നാൽ പൊരിയുടെ വിലയിൽ വിപണിയിൽ കാര്യമായ മാറ്റമില്ല. ചെറിയ പാക്കറ്റ് പൊരിക്ക് 20ഉം വലിയ പാക്കിന് 30ഉമാണ് വില. കിലോയ്ക്കാണെങ്കിൽ 80 രൂപയും. എന്നാൽ ഇത്തവണ ചോളത്തിനാണ് ആവശ്യക്കാർ ഏറെയുമുള്ളത്. ചോളത്തിനും വില അല്പം അധികമാണ്. കിലോയ്ക്ക് 100 രൂപ, പാക്കറ്റിന് 30 രൂപയും. ഇവയ്ക്ക് പുറമെ അവിൽ, മലർ, കൽക്കണ്ടം, മുന്തിരി, ശർക്കര എന്നിവയെല്ലാം വിപണിയെ കൈയടക്കിയിട്ടുണ്ട്. പൂജാ സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും വിജയദശമി അടുക്കുന്നതോടെ വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. പാവപ്പെട്ട കിഡ്നി രോഗികളെ സഹായിക്കാൻ വടകര കേന്ദ്രമായി ജനപ്രതിനിധികൾ പൊതുജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത തുക CPM നേതാവിന്റെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കി നിക്ഷേപിക്കാനുള്ള നീക്കം ചെറുത്തു തോൽപ്പിക്കുമെന്ന് UDF ജില്ലാ കമ്മിറ്റി. ധന്വന്തരി നിധി എന്ന പേരിൽ 3.5 കോടി രൂപയാണ് പൊതുജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തത്. വടകര മുനിസിപ്പാലിറ്റിയിലെയും 8 ഗ്രാമപഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹിക സംഘടനാ പ്രതിനിധികളും ചേർന്ന് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചാണ് കിഡ്നി രോഗികൾക്ക് സൌജന്യമായി ഡയാലിസിസ് സൌകര്യമൊരുക്കുന്നതിനു വേണ്ടി ധന്വന്തരി നിധി സ്വരൂപിച്ചത്. 2013 ഒക്ടോബർ 27-ന് 80,000 വീടുകളിൽ സർക്കാർ എംബ്ലം പതിച്ച് കത്ത് നൽകി ഒരു ദിവസം കൊണ്ട് 3.5 കോടി രൂപ സമാഹരിക്കാൻ സാധിച്ചത് വലിയ ജനകീയ കൂട്ടായ്മയിലൂടെയാണ്. എന്നാൽ അതിനുശേഷം ഈ കമ്മിറ്റി വിളിച്ചു ചേർക്കുകയോ ഈ പണം ഏത് രീതിയിൽ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. CPM ജില്ലാ കമ്മിറ്റി അംഗം C. ഭാസ്കരൻ ഫൗണ്ടർ ട്രസ്റ്റിയായി 2013 ഒക്ടോബർ 28-ന് രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റിൽ ഈ പണം നിക്ഷേപിച്ചത് ഒരു കമ്മിറ്റിയിലും ആലോചിക്കാതെയാണ്. വടകര ജില്ലാ ആശുപത്രിയുടെ
HMC യോഗത്തിലോ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലോ സി ഭാസ്കരനെ ഫൗണ്ടർ ട്രസ്റ്റിയാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത സംഖ്യ സ്വകാര്യ വ്യക്തി ഫൗണ്ടർ ട്രസ്റ്റിയായ ട്രസ്റ്റിൽ നിക്ഷേപിച്ചതിനെതിരെ CPM ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ശക്തമായ നിലപാടെടുത്ത് സമരത്തിലാണെന്നും UDF നേതാക്കൾ പറഞ്ഞു. നിയമവും കീഴ്വഴക്കവും ലംഘിച്ചുകൊണ്ട് പഞ്ചായത്തി രാജ് ആക്ടിനും ചട്ടത്തിനുമെതിരായി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ നോക്കുകുത്തിയാക്കി ട്രസ്റ്റിന്റെ ബൈലോ രജിസ്റ്റർ ചെയ്ത നടപടി പിൻവലിച്ച് ജനകീയ കൂട്ടായ്മയിലൂടെ സ്വരൂപിച്ച ധന്വന്തരി സ്നേഹസ്പർശ മാതൃകയിൽ ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ച് വിനിയോഗിക്കണമെന്നും UDF ആവശ്യപ്പെട്ടു. ജനകീയ കൂട്ടായ്മയിലൂടെ സ്വരൂപിച്ച പണം CPM നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതൃത്വം വ്യക്തമാക്കി. വാർത്തകളിൽ ഒരു ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. Drop the bass. You wanna say yeah? You wanna say crowd? You wanna say? You wanna say? You wanna say yeah? നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം வாழ்வென்னும் அழகாம் உற்சவம். நமக்கேகும் சந்தோஷம். My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൌണ്ടിൽ ബിൽഡ് എക്സ്പോ ആരംഭിച്ചു. NC മോയിൻകുട്ടി MLA പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ആദരിക്കൽ, സെമിനാർ എന്നിവയും നടക്കും. ഇതെല്ലാം ഇന്ന് നമുക്കൊരു 3 ദിവസം കോഴിക്കോടിന് ഒരു വലിയ ഉത്സവം തന്നെ ആയിരിക്കും. നമ്മുടെ സെമിനാർ ഹാൾ ഇവിടെ പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്തു പോയ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റും ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കുന്ന ചെറുവണ്ണൂരിലെ ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ ഉപാധ്യക്ഷൻ മാഹിൻ നേരോത്ത് ഉദ്ഘാടനം ചെയ്തു. ചെറുവണ്ണൂരിൽ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ഉപാധ്യക്ഷൻ മാഹിൻ നേരോത്ത് അഭിപ്രായപ്പെട്ടു. വർഷങ്ങളായി ഒരു നിയമങ്ങളും പാലിക്കാതെ തികച്ചും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയാണ് ഈ ബീവറേജ് ഔട്ട്ലെറ്റ്. ആരാധനാലയങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും ഇടയിലെ ദൂരപരിധി പോലും പാലിക്കാതെയാണ് മദ്യഷാപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇനിയും അത് ഇവിടെ തുടരാൻ അനുവദിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടി ചെറുവണ്ണൂർ യൂണിറ്റ് സംഘടിപ്പിച്ച ബീവറേജ് ഉപരോധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് PC മുഹമ്മദ് കുട്ടി, നബീൽ ചാലിയം, പ്രേമൻ ചെറുവണ്ണൂർ, കളരിക്കുന്നൽ മൊയ്തീൻ, PM ഖയ്യൂം എന്നിവർ സംസാരിച്ചു.
യൂണിറ്റ് പ്രസിഡന്റ് AK മൊയ്തീൻ കോയ, ഉമ്മർ കോയ, NP ജുനൈസ്, പ്രമോദ് കൊല്ലരിത്താഴം, A ഷിയാസ്, കൈരളി ബിച്ചു എന്നിവർ നേതൃത്വം നൽകി. വിവിധ സമരമാർഗങ്ങളിലൂടെ ജീവനക്കാർ നേടിയെടുത്ത അവകാശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിഷേധിക്കുകയാണെന്ന് KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ബദറുന്നീസ. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കൌൺസിൽ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ. 5 വർഷ തത്വം ഉറപ്പാക്കി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അധ്യാപകരും ജീവനക്കാരും ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ ശനിയാഴ്ച ധർണ നടത്തിയത്. കോഴിക്കോട്, വടകര, കൊയിലാണ്ടി, താമരശ്ശേരി സിവിൽ സ്റ്റേഷനുകൾക്ക് മുൻപിലായിരുന്നു ധർണ. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുൻപിൽ നടന്ന ധർണ KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ബദറുന്നീസ ഉദ്ഘാടനം ചെയ്തു. സംഘടനകളെയും ഇതുവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ ഈ രാമചന്ദ്രനാഥിന്റെ നേതൃത്വത്തിലുള്ള ശമ്പള പരിഷ്കരണ കമ്മീഷൻ തയ്യാറായിട്ടില്ല. തോന്നിയതുപോലെ കാര്യങ്ങൾ പോകും, തോന്നിയതുപോലെ ഇത് നീട്ടിക്കൊണ്ടുപോകും എന്ന വാശിയിലാണ്. അതാണ് പ്രാബല്യത്തിയതില്ല. ആക്ഷൻ കൌൺസിൽ ചെയർമാൻ PC അബൂബക്കർ, P ഉഷാദേവി, PC രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. വടകര സിവിൽ സ്റ്റേഷന് മുൻപിൽ NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അജയൻ K മേനോൻ ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടിയിൽ KGOA സംസ്ഥാന കമ്മിറ്റി അംഗം MK രാജനും താമരശ്ശേരിയിൽ KHSTA സംസ്ഥാന ട്രഷറർ AK അബ്ദുൽ ഹക്കീമും ധർണ ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടിയിൽ കുഴൽപ്പണവേട്ട. 3 ലക്ഷം രൂപയുമായി കൊടുവള്ളി സ്വദേശി സാജിദിനെ കൊയിലാണ്ടി SI C സുകുമാരൻ അറസ്റ്റ് ചെയ്തു. ഷാഡോ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് സാജിദ് പിടിയിലായത്. ഇയാളെ എൻഫോഴ്സ്മെന്റിന്റെ വിഭാഗത്തിന് ഏൽപ്പിച്ചു. ബൈക്കിൽ കടത്താൻ ശ്രമിക്കുകയായിരുന്ന 3 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി യുവാവ് പിടിയിൽ. കൊടുവള്ളി മാനുപുരം സ്വദേശി കണ്ടത്തിൽ സാജിദാണ് റൂറൽ SP PH അഷ്റഫിന്റെ കീഴിലുള്ള സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ പിടിയിലായത്. കൊയിലാണ്ടിക്കടുത്ത പന്തലായിനി കനാലിന് സമീപത്ത് നിന്നാണ് സാജിദിനെ കൊയിലാണ്ടി SI C സുകുമാരൻ അറസ്റ്റ് ചെയ്തത്. കുഴൽപ്പണമിടപാട് സംഘത്തിലെ കണ്ണിയാണ് ഇയാളെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പണമിടപാട് നടത്തേണ്ടതെന്ന് സംശയിക്കുന്ന 22 പേരുകളും ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടി സാജിദിനെ എൻഫോഴ്സ്മെന്റിന് പോലീസ് കൈമാറി. കേന്ദ്ര ജീവനക്കാരുടെ നേതാവും കലാ സാംസ്കാരിക രംഗത്തെ സംഘാടകനുമായിരുന്ന A മജീദിന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾക്ക് തുടക്കം. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ A മജീദ് ദി ആക്ടിവിസ്റ്റ് എന്ന ചിത്രപ്രദർശനം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഹൃദയബന്ധങ്ങളുടെ ഓർമ്മകൾ പങ്കിട്ട് A മജീദ് ദി ആക്ടിവിസ്റ്റ് ഫോട്ടോ പ്രദർശനത്തോടെ A മജീദ് അനുസ്മരണത്തിന് തുടക്കം. സുഹൃത്തുക്കളും കൂട്ടുകാരും ചേർന്ന് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ പ്രദർശനം കോഴിക്കോടിന്റെ പ്രിയ സുഹൃത്തിനുള്ള ആദരവായി മാറി. NFP-യുടെയും കേന്ദ്ര ജീവനക്കാരുടെയും നേതാവും കലാ സാംസ്കാരിക രംഗത്തെ സംഘാടകനുമായിരുന്ന A മജീദിന്റെ 3ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പോൾ കല്ലാനോട്, സുനിൽ അശോകപുരം, സെൽവരാജ്, K ഷാജഹാൻ, ജയപ്രകാശ് കാര്യാൽ, ബാലകൃഷ്ണൻ ഉള്ളിയേരി, A ഹമീദ്, ബാലകൃഷ്ണൻ ആർട്ട് ഇന്ത്യ, ബൈജുരാജ് T രാജഗോപാൽ, ഗിരീഷ് കളത്തിൽ എന്നിവർ വരച്ച ചിത്രങ്ങൾക്ക് പുറമെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഒപ്പമുള്ള അപൂർവ ഫോട്ടോകളുമുണ്ട്. PM താജിന്റെ ശ്രദ്ധേയമായ കനലാട്ടം, രാവുണ്ണി, പാവർത്തനാട് എന്നീ നാടകങ്ങളിൽ വേഷമിട്ടപ്പോഴുള്ള ചിത്രങ്ങളും മരണത്തിനും വേർപിരിയാനാവാത്ത ഓർമ്മകളാണ് പങ്കുവയ്ക്കുന്നത്. ചിത്രകാര ദമ്പതികളായ പ്രഭാകരനും കവിതാ മുഖോപാധ്യായും ചേർന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. R ജയനേന്ദ്രകുമാർ അധ്യക്ഷം വഹിച്ചു. വിൽസൺ സാമുവൽ, ജയപ്രകാശ് കാര്യാൽ, T സുധാകരൻ, ശെൽവരാജ്, AK രമേശ്, കോയ മുഹമ്മദ്, AV വിശ്വനാഥൻ, KJ തോമസ്, V സതി എന്നിവർ സംസാരിച്ചു. പ്രദർശനം 30 വരെ തുടരും. വാർത്തകളിൽ ഒരിടവേള കൂടി. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Celebrate the beauty of life. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. വാർത്തകൾ തുടരുന്നു. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയതിന്റെ ഓർമ്മ പുതുക്കി പത്രസ്വാതന്ത്ര്യ ദിനം ആചരിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിൽ ഭാരതീയ സാഹിത്യ സമിതി നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ MGS നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി.
സ്വതന്ത്രവും നീതിപൂർവകവുമായ സർഗാത്മക രചനകളെയും നിർമ്മിതികളെയും ശീലുകളെയും പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ക്രിയേറ്റീവ് കൌൺസിൽ ഓഫ് ഇന്ത്യൻ റൈറ്റേഴ്സ് എന്ന ഭാരതീയ സാഹിത്യ സമിതി സെപ്റ്റംബർ 26 പത്രസ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു വരികയാണ്. അഴിമതിക്കെതിരെ തന്റെ തൂലിക പടവാളാക്കി ഉയർത്തിപ്പിടിച്ച സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ 1910 സെപ്റ്റംബർ 26 അന്നത്തെ ഭരണധാർഷ്ട്യം നാട് കടത്തിയതായി പ്രഖ്യാപിച്ചത്. ഈ ദിനത്തിന്റെ ഓർമ്മയ്ക്കായി ചാവറ കൾച്ചറൽ സെന്ററുമായി സഹകരിച്ചാണ് പത്രസ്വാതന്ത്ര്യ ദിനം ആചരിച്ചത്. നാടുകടത്തൽ ദിനത്തിന്റെ ഓർമ്മകളുമായി വക്കം മൗലവിയെയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും അനുസ്മരിച്ച് ഡോക്ടർ MGS നാരായണൻ പ്രഭാഷണം നടത്തി. സാധാരണ നിലയ്ക്കാണെങ്കിൽ രാജഭോഗം ഭയന്ന് പത്രമുടമസ്ഥന്മാര് അങ്ങനെ ഘട്ടം വന്നാൽ പത്രാധിപരെ ബലികഴിച്ച് പത്രത്തെ രക്ഷിക്കാനും സ്വയം രക്ഷിക്കാനും ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ വക്കം മലകൾ ചെയ്തില്ല, മറിച്ച് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, K അബൂബക്കർ, നവാസ് പൂനൂർ, CP രാജശേഖരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ റവറന്റ് ഫാദർ ജോർജ് പുഞ്ചായിൽ അധ്യക്ഷം വഹിച്ചു. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി ഏർപ്പെടുത്തിയ അവാർഡുകൾ കോഴിക്കോട്ട് വിതരണം ചെയ്തു. ടൗൺ ഹാളിൽ PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം അനന്യ, പിന്നണി ഗായിക സിത്താര കൃഷ്ണകുമാർ എന്നിവർ അവാർഡുകൾ സ്വീകരിച്ചു. കേരളത്തിലെ നാടൻ കലകളെയും മാപ്പിള കലകളെയും അതോടൊപ്പം ശാസ്ത്രീയ കലകളെയും പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന പ്രസ്ഥാനമായ ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി ഏർപ്പെടുത്തിയ അവാർഡുകൾ സമ്മാനിച്ചു. 22ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് ടൗൺ ഹാളിലായിരുന്നു അവാർഡ് വിതരണ ചടങ്ങ് നടന്നത്. PTA റഹീം MLA അവാർഡുകൾ നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ബിരുദം MS ബാബുരാജ് അവാർഡ് പിന്നണി ഗായിക സിത്താര കൃഷ്ണകുമാറിനും, മോനിഷ അവാർഡ് നടി അനിന്യയ്ക്കും, G ദേവരാജൻ മാസ്റ്റർ അവാർഡ് ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാടിനും സമ്മാനിച്ചു. മഹാകവി മോയിൻകുട്ടി വൈദ്യർ അവാർഡ് രചയിതാവ് PAB അച്ഛനമ്പലം, KP സിദ്ദിഖ് എന്നിവരും സമഗ്ര സംഭാവനയ്ക്കുള്ള എക്സലൻസ് അവാർഡ് മുഹമ്മദ് ഗദ്ദാഫിയും ഏറ്റുവാങ്ങി. സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർ ജോസ് വരപ്പുഴ, CP നൌഷാദ്, P മൊയ്തീൻ കോയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. PM ഹനീഫ് അധ്യക്ഷനായിരുന്നു. സെലീന സഫാൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. NC അബൂബക്കർ, PA ഹംസ, ഡോക്ടർ രാജേഷ് കൃഷ്ണ, KP സുധീര, ഉഷ ഗോപിനാഥ്, സുബൈദ കല്ലായി, NA റസാഖ്, PPC നദീർ, അഷ്റഫ് കൊടുവള്ളി, KMK വെള്ളയിൽ, TM സലീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇശൽ നിലാവ് ഗാനമേളയും അരങ്ങേറി. വാർത്തകൾ ചുരുക്കത്തിൽ. 2013-14 സാമ്പത്തിക വർഷം ജില്ലാ സഹകരണ ബാങ്കിന്റെ 97 വർഷത്തെ പ്രവർത്തന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലാഭവും വളർച്ചാ നിരക്കും രേഖപ്പെടുത്തുകയും സാങ്കേതിക രംഗത്ത് വൻ കുതിപ്പ് നടത്തുകയും ചെയ്ത കാലയളവാണെന്ന് KDC ബാങ്ക് സാരഥികൾ പറഞ്ഞു. ഈ വർഷം 4520.66 കോടിയുടെ ബിസിനസ് നടത്തുകയും 13.85 കോടി അറ്റലാഭം നേടുകയുമുണ്ടായി. മുൻ വർഷത്തേക്കാൾ മൊത്തം ബിസിനസിൽ 18.19%, അറ്റലാഭത്തിൽ 30.31%, നിക്ഷേപത്തിൽ 34.33% വളർച്ചയാണുണ്ടായത്. മൂലധന പര്യാപ്തതയിൽ 94% വളർച്ചാ നിരക്ക് കൈവരിച്ച് വൻ നേട്ടമാണ് കോഴിക്കോട് ജില്ലാ ബാങ്ക് കൈവരിച്ചതെന്ന് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ പറഞ്ഞു. യൂത്ത് ലീഗ് കോഴിക്കോട് സൌത്ത് മണ്ഡലം കമ്മിറ്റിയുടെ CH സ്മാരക ഗോൾഡ് മെഡലിനുള്ള അഖില കേരള ചിത്രരചനാ മത്സരം ടൗൺ ഹാളിലാണ് നടന്നത്. ആകാശവാണി മുൻ ഡയറക്ടർ CP രാജശേഖരൻ ചിത്രം വരച്ച് മത്സരം ഉദ്ഘാടനം ചെയ്തു. സൌത്ത് മണ്ഡലം പ്രസിഡന്റ് MP മൊയ്തീൻ ബാബു അധ്യക്ഷനായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100-ലധികം വിദ്യാർത്ഥികളാണ് ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തത്. NC അബൂബക്കർ, K മൊയ്തീൻ കോയ, CT സക്കീർ, അഡ്വക്കേറ്റ് AV അൻവർ, VK ആലിക്കോയ, MP അബ്ദുമൻ, N നാസിമൂപ്പൻ, PP നസീർ, PV ഷംസുദ്ദീൻ, U സജീർ, KB മൻസൂർ എന്നിവരും സംബന്ധിച്ചു. കൊല്ലരുത് എന്ന സന്ദേശവുമായി കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഫാദർ ഡേവിഡ് ചിറമേലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 25-ാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന യാത്ര കേരളപ്പിറവി ദിനമായ നവംബർ 1 തിരുവനന്തപുരത്ത് സമാപിക്കും. സംസ്ഥാന തലത്തിൽ നടത്തുന്ന മാനിഷാദ യാത്ര സെപ്റ്റംബർ 29 വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് എത്തിച്ചേരും. കോഴിക്കോട് 4ാം ഗേറ്റ് അമലാപുരി പള്ളിയോടനുബന്ധിച്ചുള്ള ചാവറ കൾച്ചറൽ സെന്ററിൽ നടക്കുന്ന യോഗത്തിൽ ഡോക്ടർ K മാധവൻകുട്ടി അധ്യക്ഷത വഹിക്കും. MK രാഘവൻ MP യോഗം ഉദ്ഘാടനം ചെയ്യും.
ബേപ്പൂർ BC റോഡ് വെസ്റ്റ് കുറുവഞ്ചേരി പറമ്പ് മേഖലയിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കാണപ്പെട്ടത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. 2 ദിവസം മുൻപാണ് പ്രദേശത്തെ വീട്ടുമുറ്റങ്ങളിലും മറ്റും ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടത്. കറുവഞ്ചേരി ഗംഗാധരൻ, കരുവള്ളി രാധാകൃഷ്ണൻ എന്നിവരുടെ വീട്ടുമുറ്റങ്ങളിൽ നിറയെ കാൽപ്പാടുകളുണ്ട്. രാത്രി പ്രദേശത്ത് നായ്ക്കൾ കുരച്ച് ബഹളം വെച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. വനം വകുപ്പ് ആസ്ഥാനമായ മാത്തോട്ടം വനശ്രീയിൽ വിവരമറിയിച്ചിട്ടുണ്ട്. അഖില ഭാരത രാഷ്ട്രഭാഷാ വേദിയുടെ ഹിന്ദി പക്ഷാചരണ പരിപാടികളുടെ സമാപനം തളി ഹിന്ദി മഹാവിദ്യാലയത്തിൽ നടന്നു. ഇതിന്റെ ഭാഗമായി ജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഹിന്ദി ഭാഷയെ ആസ്പദമാക്കി പ്രബന്ധം, പ്രസംഗം, ലളിതഗാനം, കവിതാരചന തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത്. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വില്യം K. ബർഗ്, RK ഇരവിൽ, വിനു ഉടുംബ്ര, VM ആനന്ദ്കുമാർ, മോഹനൻ മാസ്റ്റർ, അടിയോടി മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ സംസ്ഥാന ജനറൽ ബോഡി യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റായി P. ഹാറൂൺ, ജനറൽ സെക്രട്ടറിയായി K. ഇഫ്തിഖാർ, ട്രഷററായി M. നൌഷാദ് എന്നിവരെ തെരഞ്ഞെടുത്തു. യോഗത്തിൽ SLRC ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി അധ്യക്ഷം വഹിച്ചു. അന്ധവിശ്വാസങ്ങളുടെ നിർമ്മാർജ്ജനത്തിന് ഫലപ്രദമായ നിയമം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാവണമെന്ന് ISM സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് ISM സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ബോധവൽക്കരണ പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ഒക്ടോബർ 2 സംസ്ഥാനത്ത് 1 ലക്ഷം പേരുടെ ഒപ്പുശേഖരണം നടത്തും. ലഘുലേഖ വിതരണം, ടേബിൾ ടോക്ക്, ജനകീയ സംഗമങ്ങൾ തുടങ്ങിയവയും പ്രചരണത്തിന്റെ ഭാഗമായി നടക്കും. സംസ്ഥാനതല ജനകീയ സംഗമം ഒക്ടോബർ 2 കോഴിക്കോട്ട് നടക്കും. വൈകിട്ട് 4 മണിക്ക് KP കേശവമേനോൻ ഹാളിലാണ് പരിപാടികൾ നടക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പച്ചപുതച്ചിരിക്കുകയാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ. കേന്ദ്രത്തിൽ പുതപ്പിന്റെ നിറം കാവിയാണെന്നും പന്ന്യൻ. മോണോറെയിൽ വന്നതുകൊണ്ട് നഗരത്തിലെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത്. കിഡ്നി രോഗികളെ സഹായിക്കാനുള്ള ധന്വന്തിരി ട്രസ്റ്റ് ഫണ്ട് CPM സ്വത്താക്കാൻ അനുവദിക്കില്ലെന്ന് UDF. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, the king of footwears.